വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അതായത് ഭാഗങ്ങളുടെ സംഖ്യകൾ കേട്ടോ. ഭാഗങ്ങളുടെ സംഖ്യകൾ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ നിങ്ങളെ? അടിപൊളിയായിരുന്നോ കേട്ടോ? നിങ്ങൾ ആരും എന്നെ ഓണത്തിനൊന്നും വിഷ് ചെയ്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് എൻ്റെ യൂട്യൂബ് ചാനലിലെ കുട്ടികളൊക്കെ എന്നെ അങ്ങ് ഇഷ്ടംപോലെ വിഷ് ചെയ്ത് കമൻറ്റ് ബോക്സ് അങ്ങ് നിറയുമെന്ന് കേട്ടോ. പക്ഷേ 2-3 പേരെ വിഷ് ചെയ്തുള്ളൂ കേട്ടോ. എന്നോട് ആർക്കും ഒരു ഇഷ്ടമില്ലേ? നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ 4 ചാപ്റ്റർ പഠിപ്പിച്ചില്ലായിരുന്നോ? എന്നെ ഓർത്തില്ലേ ഓണത്തിനാരും? പോട്ടെ കേട്ടോ. അപ്പം നമുക്ക് പാഠത്തിലോട്ട് കയറാം. 5ാമത്തെ പാഠം കുഞ്ഞുങ്ങളെ ഭാഗങ്ങളുടെ സംഖ്യകൾ, അതായത് പാർട്ട് നമ്പർ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ പാർട്ട് നമ്പർ. അപ്പം നമ്മൾ ആദ്യമേ ഈ പാഠം അറിയണമെങ്കിൽ എന്തുവാ ഈ സംഭവം എന്നൊക്കെ ഒന്ന് അറിയണം കേട്ടോ. അതിന് ആദ്യം നമ്മൾ എന്താണെന്നറിയോ? വേണ്ടേ ഈ സംഭവങ്ങളൊക്കെ എന്താണെന്നറിയും. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഭാഗങ്ങളുടെ സംഖ്യകൾ, പാർട്ട് നമ്പർ. നോക്കി കുഞ്ഞുങ്ങളെ, ഈ ഹാഫ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ഇനി 5ാം ക്ലാസ്സിലായതുകൊണ്ട് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഹാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഹാഫ് എന്ന് വെച്ചാൽ പകുതി എന്നും അര എന്നും ഒക്കെ പറയാം കേട്ടോ. അരഭാഗം അല്ലെ ഹാഫ് കേട്ടോ. പകുതി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. കണ്ടോ, ഇത് വരയ്ക്കുന്നത് കണ്ടോ? നമ്മളിപ്പോൾ ഏതൊരു കേക്കോ, ഇനി പുസ്തകം എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നല്ലതുപോലെ അറിയാം കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഇപ്പോൾ ഇതൊരു കേക്കാണെങ്കിൽ അതിൻ്റെ ഹാഫ് കേട്ടോ, അതിൻ്റെ ഹാഫ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ നമ്മൾ അതിനെ നേരെ നടുക്കൂടെ ഇങ്ങനെ മുറിക്കുക അല്ലേ, അല്ലെങ്കിൽ എന്താ ഒരു സ്ക്വയർ ടൈപ്പിലെ ഒരു കേക്കാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഹാഫ് ആയില്ലേ, പകുതി ആയില്ലേ അല്ലേ. അത് സ്ക്വയർ ടൈപ്പിലെ ഇനി സ്ക്വയർ ടൈപ്പിലാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും താപ്പോട്ടും ഇങ്ങനെ വരയ്ക്കാം. അതായത് ഹാഫ് എടുക്കാൻ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെയും മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും മുറിച്ചെടുക്കാം. സർക്കിൾ ആണെങ്കിലോ, സർക്കിൾ എന്ന് വെച്ചാൽ വൃത്തമാണെങ്കിലും നമുക്ക് ഒന്നുകിൽ മുകളിൽ നിന്നും താപ്പോട്ട് വരച്ചാലും പകുതിയാവും. അതല്ലെങ്കിൽ നടുക്ക് കേട്ടോ, നടുക്ക് പകുതി വെച്ചാൽ നേരെ നടുക്ക് വേണം. നമ്മുടെ സെൻറ്റർ ഉണ്ടല്ലോ, സെൻറ്ററിൽ തൊട്ട് വേണം പോകാൻ. സെൻറ്ററും നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ ഇത് പഠിച്ചത് ഓർമ്മയുണ്ടോ? വൃത്തത്തിൻ്റെ ആ ഭാഗം ഓർമ്മയുണ്ടോ നിങ്ങളെ? അതിനകത്തിൽ നമ്മൾ സെൻറ്ററും റേഡിയസും ഡയമീറ്ററും, അതായത് ആരം വ്യാസം ഒക്കെ പഠിച്ചതല്ലേ. ഇനി അത് പഠിപ്പിക്കേണ്ടല്ലോ. അപ്പം സെൻറ്ററിൽ തൊട്ട് വേണം എന്ത് ചെയ്യാൻ? ഹാഫ് എടുക്കാൻ. എപ്പോഴും അത് ഓർത്തോണം കേട്ടോ. ഈ സെൻറ്റർ മറക്കല്ലേ കുഞ്ഞുങ്ങളെ. എപ്പോൾ നമ്മൾ പകുതി എടുക്കണമെന്ന് തോന്നിയാലും, നിങ്ങളുടെ എല്ലാം ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കത്തില്ലേ, അപ്പോൾ പകുതി എന്ന് കേൾക്കുമ്പോഴേ, അല്ലെ ഹാഫ് എന്ന് കേൾക്കുമ്പോഴേ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? അതിൻ്റെ നേർ പകുതി, അതായത് അതിൻ്റെ സെൻറ്ററിൽ തൊട്ട് വേണം മുറിക്കാൻ. ഓക്കെ ആണോ? അപ്പോൾ ഹാഫ് പഠിച്ചോ? നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ ഇനിയിപ്പം ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഡൗട്ട് അടിക്കരുത്. ഇതൊരു സർക്കിളാണ് അല്ലേ, ഇതൊരു വൃത്തമാണ്. ഇതിൻ്റെ നേരെ സെൻറ്റർ ഇതാണ് കണ്ടോ. ഈ സെൻറ്ററിൽ ടച്ച് ചെയ്ത് തന്നെ പോകണം, എങ്കിലേ അതെന്താവും. ഇവിടെ വെച്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ചാൽ അതിൻ്റെ നേർ പകുതി ആകുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? ആവത്തില്ല. കാരണം എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെൻറ്ററിൽ ടച്ച് ചെയ്ത് പോകണം. അതിങ്ങനെ വേണേ വരയ്ക്കാം. ഇവിടെ നിന്ന് മേളിന് താപ്പോട്ട് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. എപ്പോഴും എന്താണ്? സെൻറ്ററിൽ ടച്ച് ചെയ്ത് പോകണം കേട്ടോ. ഇതിനെ എന്താവും നിങ്ങളെ? ഹാഫിൻ്റെ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഹാഫ് കേട്ടോ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താവും നിങ്ങളെ? ക്വാർട്ടർ. ഈ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണേ. ക്വാർട്ടർ. 1/4 എന്താ പറയുന്നത്? ക്വാർട്ടർ. അല്ലെങ്കിൽ കാൽ. നമ്മൾ 3/4 2/4 എന്നൊക്കെ സമയം പറയത്തില്ലേ, കാൽന്ന്. അപ്പോൾ അത് ക്വാർട്ടർ എന്നാന്ന് ഓർത്തോണം. പിന്നെ 1/2 അര അല്ലെ ഹാഫാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി 3/4 എന്ന് വെച്ചാൽ നമ്മൾ മുക്കാല്, അതായത് 3 ക്വാർട്ടർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താണ്? 3 ക്വാർട്ടേഴ്സ്. മറക്കല്ലേ കുഞ്ഞുങ്ങളെ. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ അല്ലെങ്കിൽ ക്വാർട്ടർ ആണ്. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട്. അവനവൻ്റെ എടുക്കുക, രണ്ടും എടുത്താൽ അത്രയും ബെറ്റർ. ഭാവിയിൽ നിങ്ങൾക്ക് അത് ഉപകാരം ചെയ്യും. ഹാഫ് എന്ന് വെച്ചാൽ അര, പിന്നെ 3/4 എന്ന് വെച്ചാൽ മുക്കാലാണ്, അതായത് 3 ക്വാർട്ടർ. അത്രയൊക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് പഠിക്കാമെങ്കിൽ നമുക്ക് എന്താണെന്നറിയോ, ഈ ചാപ്റ്റർ എളുപ്പം പഠിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആദ്യമേ ഇത് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, അതായത് നോക്കണേ, ഇതിനെ നമ്മൾ എന്ത് പേരാ പറയുന്നത്? ഇതൊരു ഫുൾ അല്ലെ, ഒരു സർക്കിളായിരുന്നു. ഈ സർക്കിളിൻ്റെ നേർ പകുതി. നിങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ എന്താ പറയുക? മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. മൊത്തം നോക്കൂ നിങ്ങളെ. ഇവിടെ ഉണ്ട് ഒരെണ്ണം, ഇവിടെ ഉണ്ട് ഒരെണ്ണം. അപ്പോൾ എത്രയാണ്? 2 എണ്ണം ഉണ്ട് അല്ലേ. എത്ര എണ്ണത്തിനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഒരെണ്ണത്തിനാണ്. ഷെയ്ഡ് എന്ന് വെച്ചാൽ കളർ ചെയ്തിരിക്കുന്നത് ഒരെണ്ണത്തിനാണ്. അപ്പോൾ അതിനെ എന്ത് പറയാം? ഹാഫ് എന്ന് പറയാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ പടം തന്നിട്ട് ഇതിനെങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ അറിയണം കേട്ടോ.
എന്താണ് ഒരു ഫുള്ള് ഇപ്പോൾ എന്താ ഇതൊരു നിങ്ങളുടെ ടെസ്റ്റിൽ ദോശ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ അതൊരു കേക്ക് ആണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്, കേക്ക് തന്നെ പറയാം. കേക്കിൻ്റെ നോക്കിയേ ഹാഫ് കേട്ടോ, സെൻറ്ററിൽ ടച്ച് ചെയ്താണ് പോയിരിക്കുന്നത്, ഹാഫാണ്. അപ്പോൾ ഹാഫ് എന്ന് ഉള്ളത് എളുപ്പ വഴിക്ക് എന്താവും നിങ്ങളെ ഞാൻ പറഞ്ഞത്, മൊത്തം എത്ര ഉണ്ട് മുറിക്കാനുള്ളതും അല്ലെ ഷെയ്ഡ് ചെയ്തതും ഷെയ്ഡ് ചെയ്യാത്തതും മൊത്തം എത്ര ഉണ്ട്, 2 എണ്ണം അല്ലേ. എത്ര എണ്ണത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 1. അടുത്ത നോക്കിക്കേ 1 2 3 4. അപ്പോൾ എത്ര ഉണ്ട്, 4 താഴെ എഴുതുക. താഴേന്ന് വെച്ചാൽ എന്താ, ഡിനോമിനേറ്റർ, ഛേദം. ഓർമ്മയുണ്ടോ, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം. അപ്പം താഴെ അത് എഴുതുക കേട്ടോ. ഇതൊരു എളുപ്പവഴി ഞാൻ പറയുകയാണ്. മൊത്തം നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. എത്രനാണോ ഷെയ്ഡ് ചെയ്ത് അല്ലെ കളർ കൊടുത്തതെന്ന് വെച്ചാൽ അത് മുകളിൽ എഴുതുക. എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 1 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ എന്ത് പറയും, 1/4 എന്ന് പറയും. 4ൽ 1 ഭാഗം എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണ്, 2ൽ 1 വെച്ചാൽ ഹാഫാണ് അല്ലേ. 4ൽ 1 വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താ, ക്വാർട്ടറാണ്. എന്താ നിങ്ങളെ ക്വാർട്ടർ. ഇവിടെ എന്തുവാന്നല്ല ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നതിന് എങ്ങനെ പറയുമെന്നും കൂടിയാണ് കേട്ടോ. എല്ലാം ഉണ്ട് ഇതിനകത്ത്. നോക്ക് അടുത്ത മൊത്തം നമ്പറിനെ എണ്ണണം കേട്ടോ. 1 2 3 4 5 6 7 8. അപ്പോൾ എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിട്ട് എഴുതുക. എത്രനെയാണോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, 1 2 3 കണ്ടോ, 8ൽ 3 ഭാഗം. 8ൽ 3 ഭാഗം. ഇതറിയാമെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് എളുപ്പം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് നോക്കിയേ, 1 2 3 4 5 6 7 8. അതും 8 എണ്ണം ഉണ്ട്. അതിൽ എത്ര എണ്ണമാണ്, 1 2 3 4 5 എണ്ണത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇവിടെ നോക്കിക്കേ, 1 2 3 4. 4 എണ്ണത്തിൽ എത്ര എണ്ണത്തിന് കളർ കൊടുത്തിട്ടുണ്ട്, 3 എണ്ണത്തിന് കളർ കൊടുത്തു. ഇപ്പം പിടി കിട്ടിയോ? ഇപ്പോൾ ആ അംശവും ഛേദവും അല്ലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എഴുതാൻ പഠിച്ചോ നിങ്ങളെ. ഇത് ഡിവിഷൻ്റെ പാഠത്തിലുണ്ട്, ഒരുപാട് പാഠത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം നമുക്കും ഭാഗത്തെക്കുറിച്ചാണ്. ഇത് ഇത്രയൊക്കെ ആണോ? ഇതൊക്കെ ഓരോന്നും പഠിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പം വായിച്ചു പോവാം. ഇത്രയൊക്കെ ആണോ നിങ്ങളെ? ആണല്ലോ. ഇവിടെ നോക്കിക്കേ, അടുത്തേ അതെ മൊത്തം എത്ര ഉണ്ടെന്ന് എണ്ണുക എന്നുള്ളതാണ്. മൊത്തം 1 2, അതായത് ഞാനിവിടെ എണ്ണം അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി 18 കോളമുണ്ട് അല്ലേ. അപ്പം നമ്മൾ താഴെ ഛേദം അല്ലെ ഡിനോമിനേറ്റർ 18 എന്ന് കൊടുക്കുക. ഇവിടെ എത്ര എണ്ണത്തിന് ഷെയ്ഡ് എടുത്തിട്ടുണ്ടോ നിങ്ങൾ, 1 2 3 4. ആ ഷെയ്ഡ് ചെയ്തത് മുകളിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ മൊത്തം 9 കോളമുണ്ട്. എത്ര എണ്ണത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 2 എണ്ണത്തിന്. ഇപ്പോൾ പിടികിട്ടിയോ? ഇവിടെ നോക്കിക്കേ, മൊത്തം എത്ര എണ്ണമുണ്ട്, 1 2 3 4 5 6 7 8 എണ്ണത്തിൽ 1 2 എണ്ണത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നാട അല്ലെങ്കിൽ ഒരു റോപ്പ്, ഒരു കയറോ റിബണോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, 15 സെൻറ്റിമീറ്റർ നീളത്തിലാണ്. ഇനിയുള്ളത് കേട്ടിരുന്നോണേ. 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റിബണോ അല്ലെങ്കിൽ ഒരു നാടയോ അല്ലെങ്കിൽ എന്താ റോപ്പോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ നോക്കൂ നിങ്ങളെ, അതിനെ ഞാൻ തുല്യമായിട്ട് 15 സെൻറ്റിമീറ്റർ നീളമായിരുന്നേ, തുല്യമായിട്ട് ഞാൻ അതിനെ മുറിച്ചെടുത്തു എന്നാണ്. തുല്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആദ്യമേ ഞാനൊരു 3 സെൻറ്റിമീറ്റർ വെച്ച് മുറിച്ചെടുത്തു. 3 3 3 3 എന്നീ രീതിയിൽ മുറിച്ചെടുത്തു. 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ അതിനെ മുറിച്ചെടുത്തു. എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു, 15 സെൻറ്റിമീറ്റർ. എത്ര സെൻറ്റിമീറ്റർ വെച്ചാണ് മുറിച്ചത്, 3. അപ്പം നോക്കിയേ, 1 ഇവിടെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 5. കണ്ടോ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ, 5 എണ്ണം ഉണ്ട്. മൊത്തം ഓർക്കണേ കുഞ്ഞുങ്ങളെ, എന്ന് വെച്ചാൽ മനസ്സിലാക്കണം. മൊത്തം 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റിബണായിരുന്നു അല്ലേ. ആ റിബണിനെ ഞാൻ 3 എന്ത് ചെയ്തു, തുല്യമായിട്ട് 3 സെൻറ്റിമീറ്റർ വെച്ച് ഞാൻ അതിനെ മുറിച്ചെടുത്തു എന്ന്. എത്ര, 3 സെൻറ്റിമീറ്റർ മുറിച്ചെടുത്തപ്പോൾ എനിക്ക് എത്ര പീസ് കിട്ടി, 5 പീസ് കിട്ടി അല്ലേ. സംശയമുണ്ടോ? 5 പീസ് കിട്ടി. ഇനി ഞാൻ അതിനെ എങ്ങനെയാണ് പറയുന്നത്, ഇപ്പം എനിക്ക് ഇത്രേ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇവിടെ വരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എങ്ങനെയാണ് നിങ്ങളെ പറയുന്നത്, ഇനി അവിടെ മുതലാണ് നമ്മൾ അറിയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്, അതായത് മൊത്തം 5 പീസിൽ എനിക്കെന്താ, ഒരു ഭാഗം മാത്രം മതി അല്ലേ. മനസ്സിലായോ? 5ൽ ഈ ഒരു ഭാഗം മാത്രം മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതും കൂടി വേണമെങ്കിലോ, ഇവിടെ മുതൽ എനിക്ക് ഇവിടം വരെ വേണമെങ്കിൽ ഞാൻ എങ്ങനെ പറയും, എനിക്ക് 5ൽ എത്ര, 5ൽ 2 പീസ് വേണമെന്ന്. 5 എണ്ണത്തിൽ 2 പീസ് വേണമെന്ന്. മനസ്സിലായോ? ഇനി 3 ആണെങ്കിലോ 5ൽ 3 പീസ് കേട്ടോ.
മനസ്സിലാവുന്നുണ്ടോ? ഈ 3 ആണെങ്കിൽ 5ൽ 3 പീസ് വേണം, 4 ആണെങ്കിലോ 5ൽ 4 പീസ്, പിന്നെ ഫുള്ള് വേണമെങ്കിൽ 5ൽ 5 പീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇതറിയാമെങ്കിൽ ഇനിയുള്ള കണക്ക് എളുപ്പം ചെയ്യാം കേട്ടോ. എന്താ നിങ്ങളെ 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റിബണായിരുന്നു. ഞാൻ അതിനെ എന്ത് ചെയ്തു, ഇത് ടെസ്റ്റിലെ ഒരു ഏകദേശം വരുന്ന ക്വസ്റ്റ്യൻ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനെ തുല്യമായിട്ട് 3 സെൻറ്റിമീറ്റർ വീതം വെച്ച് മുറിച്ചായിരുന്നു. 3 സെൻറ്റിമീറ്റർ വെച്ച് മുറിച്ച് മാറ്റിയായിരുന്നു. അപ്പം ഞാനതിനെ അപ്പോൾ എത്ര ഭാഗങ്ങളായിട്ട് വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം 5 ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിനകത്തിൽ നമ്മളിപ്പോൾ ഓരോ പീസ് എടുക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും പറയുന്നതെന്ന്. ഈ 5 എണ്ണത്തിൽ 1 പീസ്, 5 എണ്ണത്തിൽ ഇവിടുന്ന് ഇവിടെ വരെയാകുമ്പോൾ 2 പീസ്, 5 എണ്ണത്തിൽ ഇവിടുന്ന് ഇവിടെ വരെയായപ്പോൾ 3 പീസ്, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സംഭവം. ഇതറിയാമെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. നിങ്ങൾ എപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 5ൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 5/5 അല്ലെ 5/5 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? 1 ഏതൊരു സംഖ്യയെ അതേ സംഖ്യ വെച്ച് തന്നെ നമുക്ക് ഭാഗിക്കുമ്പോൾ അല്ലെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1. ഇതൊന്നും നിങ്ങളുടെ ടെസ്റ്റിലില്ല, പക്ഷേ ഇതൊക്കെ നമ്മുടെ മാത്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. 25/25 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് 25ൽ 25 കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഫുള്ള് കിട്ടിയെന്നല്ലേ? ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, 1 കിട്ടിയെന്നല്ല അതിൻ്റെ അർത്ഥം, ഫുള്ള് കിട്ടി എന്ന് വെച്ചാൽ 25 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1. ഓക്കെ ആണോ നിങ്ങളെ? ഇത്രയും ഓക്കെ ആണോ? നമുക്ക് ടെസ്റ്റ് എടുക്കാം. അപ്പോൾ അതായത് ഇതിനകത്ത് കണക്കുകൾ വലുതായിട്ട് ചെയ്യാനോ ഒന്നുമില്ല, മനസ്സിലാക്കാനുള്ളതേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമുക്ക് വായിച്ച് നോക്കാം. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ നിങ്ങളെ. പകുതി എന്നാൽ ഫസ്റ്റ് നീല അക്ഷരത്തിൽ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ. ഹാഫ് അല്ലേ? പകുതി എന്നാൽ അതായത് 2 ദോശ കഴിച്ച് കഴിഞ്ഞപ്പോൾ മിനി പറഞ്ഞു, ഇനി ഒരു മുഴുവൻ ദോശ വേണ്ടമ്മേ, എനിക്ക് പകുതി ദോശ മതി. എന്താ? 2 ദോശ കഴിച്ച് കഴിഞ്ഞപ്പോൾ മിനി പറഞ്ഞു, അമ്മ എനിക്കിനി ഒരെണ്ണം വേണ്ട, അതിൻ്റെ പകുതി മതി. പകുതിയെ നമ്മൾ എന്ത് പറയാം? അര എന്ന് പറയാം. അപ്പോൾ പകുതി ദോശ എന്നാൽ അര ദോശ എന്നല്ലേ? നമ്മുടെ ചിത്രത്തിൽ കണ്ടോ? പകുതി അവർ വരച്ചിട്ടിട്ടുണ്ട്. വട്ടത്തിൻ്റെ പകുതി നീലയും പകുതി ചുവപ്പും, അതായത് അരവട്ടം നീല, അരവട്ടം ചുവപ്പ് അല്ലേ? ബ്ലൂവും റെഡുമായിട്ടൊക്കെ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ബുക്കിൽ നോക്കണേ നിങ്ങൾ. ഇത് മലയാളം അർത്ഥം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തിൽ കണക്കായിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. ഇത് ഹാഫ് എന്ന് വെച്ചാൽ ആ കൊച്ചിന് അതിൻ്റെ ഒരു ദോശയുടെ പകുതി മതി. അതിനെ 2ആയിട്ട് എൻ്റെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. എന്താ? ബ്ലൂ ഹാഫ്, റെഡ് ഹാഫ്, ഹാഫും 1 ഒരു ദോശയുടെ പകുതി അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, പകുതി വര നീല, പകുതി വര ചുവപ്പ്. വരയുടെ നീളം 1 മീറ്റർ ആണെങ്കിലോ? 1 മീറ്റർ ആണെങ്കിൽ എന്താ? ഹാഫ് മീറ്റർ ആയിരിക്കും പകുതി ഇല്ലേ? 1 മീറ്റർ. ഇനി നിങ്ങൾ ഒന്നുകൂടി ഓർത്തോണേ നിങ്ങൾ. ഇത് ടെസ്റ്റിൽ ഇല്ലെങ്കിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ് കേട്ടോ. 1 മീറ്റർ ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഞാൻ പറയുകയാണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റി. എന്തിനാണ് ഇവിടെ പറയുന്നതെന്നല്ലേ? ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നില്ലയോ? പക്ഷേ ഇതൊക്കെ നമ്മൾ കണക്ക് പഠിക്കുമ്പോൾ അറിയേണ്ടതാണ് കേട്ടോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 100 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പകുതി എത്ര? 50 സെൻറ്റിമീറ്റർ ആണ്. എന്താ? പകുതി 50, 50, 100. ഇവിടെ അത് പറഞ്ഞില്ല. ഇവിടെ പകുതി ഹാഫ് എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങളൊന്നും മെനക്കെടണ്ട. ഇതെന്താണ്? 1 മീറ്റർ നീളമുള്ള ഒരു എന്താ വരയാണ് അല്ലേ? ആ വരയുടെ പകുതി എന്താ? പകുതിയെ നമ്മൾ എന്ത് പറയും? ഹാഫ്. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 1/2. ഇതിനെ എന്താ നിങ്ങൾ പറയുന്നത്? 1/2. ഇതിനെ എന്ത് പറയുന്നു? 1/2. 1/2ഉം 1/2 ആയപ്പോൾ എന്താണ്? ഒരു 1 ആയി അല്ലേ? 1 മീറ്റർ ആയി. അപ്പോൾ 1/2 മീറ്റർ നീലയും 1/2 മീറ്റർ ചുവപ്പും അല്ലേ? ടെസ്റ്റിനകത്തിൽ നോക്കണേ. ടെസ്റ്റ് ഇനി നോക്കിക്കേ. അതായത് 1 ലിറ്റർ പാല് 2 കുട്ടികൾക്ക് ഒരുപോലെ കൊടുത്തു. ഒരാൾക്ക് എത്ര ലിറ്റർ കിട്ടി? എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാല് 2 കുട്ടികൾക്ക് ഒരുപോലെയാണ് കൊടുത്തത്. അപ്പോൾ എന്താ? ഒരാൾക്ക് ഹാഫും ഒരാൾക്ക് ഹാഫും. ഹാഫ് എന്ന് എഴുതാൻ അറിയണേ. പകുതി കേട്ടോ. ഹാഫ് പകുതി. 1 ലിറ്ററിൻ്റെ പകുതി അതായത് 1/2 ലിറ്റർ. എന്ന് എഴുതാൻ അറിയണേ കുഞ്ഞുങ്ങളെ. 1/2. ഒരുപോലെയുള്ള 2 ഭാഗങ്ങളിൽ ഒന്നാണ് പകുതി അല്ലെങ്കിൽ അര. പകുതി അല്ലെങ്കിൽ പകുതിയുടെ വേറൊരു പേരാണ് അര അല്ലേ? കണക്കിൽ ഇത് എഴുതുന്നത് 1/2. നമ്മളിപ്പോൾ അത് എഴുതി പഠിച്ചതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കൊരു എളുപ്പമായിട്ട് തോന്നുന്നത് അല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങളെ? അര എന്നാണ്. 2ൽ 1 എന്ന് നമുക്ക് വായിക്കാം അല്ലേ? 2ൽ 1 അല്ലെങ്കിൽ 1/2
കേട്ടോ, ഹാഫ്. അപ്പോൾ മിനിക്ക് വേണ്ടത് ദോശയുടെ ഹാഫ് ഭാഗം. വട്ടത്തിൽ നീല നിറം കൊടുത്തത് അതിൻ്റെ ഹാഫ് ഭാഗം, ചുവപ്പ് നിറം കൊടുത്തത് ഹാഫ് ഭാഗം അല്ലേ. അതായത് മിനി ആദ്യമേ എത്ര ദോശ തിന്നു കുഞ്ഞുങ്ങളെ? 2 ദോശ തിന്നു. പിന്നെ അവൾക്ക് ഹാഫും കൂടി മതി. അപ്പോൾ അവൾ എത്ര തിന്നു? 2.5 ദോശയാണ് മിനി കഴിച്ചത് കേട്ടോ. ഇനി നോക്കിയേ, 1 മീറ്ററിൻ്റെ പകുതി 1/2 മീറ്റർ അല്ലേ. 1 മീറ്റർ ഇതൊക്കെ ടെസ്റ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനൊന്നുമില്ല കുഞ്ഞുങ്ങളെ. 1 മീറ്ററിൻ്റെ പകുതി അരയാണെന്ന് പഠിക്കുക. അര എന്ന് വെച്ചാൽ എഴുതാൻ അറിയണം 1/2. ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ചാപ്റ്റർ എളുപ്പമുള്ള പാടാണ്. 1 മീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 1/2. 1/2 എന്ന് എഴുതാൻ അറിയണേ. 1/2 കേട്ടോ, മീറ്റർ. അപ്പോൾ 1/2ഉം 1/2 കൂടെ ആകുമ്പോൾ എത്ര? അതായത് 1/2 പ്ലസ് 1/2 ഇത് എഴുതാൻ അറിയണേ. 2/2. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ? ഒരേ സംഖ്യകൾ മുകളിലും താഴെയും വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 ആണ് കേട്ടോ. 1/2 മീറ്ററും 1/2 മീറ്ററൂടെ ആകുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? ഇത്ര 1/2 മീറ്ററും 1/2 മീറ്ററൂടെ ആയാൽ 1 മീറ്റർ കേട്ടോ. മനസ്സിലായോ? 1 1. അതുകൊണ്ട് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ നോക്കിയോ നിങ്ങളെ? ചിത്രം നോക്കുക കണ്ടോ. ചിത്രത്തിൽ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കിക്കോ നിങ്ങളെ. ഇത് നമുക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവർ നോക്കിക്കേ, ഈ സൈഡിലിട്ടാണ് വരച്ചിരിക്കുന്നത് കണ്ടോ. ഈ ചിത്രം നോക്കൂ. എന്നിട്ട് എന്താ പറഞ്ഞേ? നിറം കൊടുത്തിരിക്കുന്നത് വട്ടത്തിൻ്റെ ഹാഫ് ഭാഗമാണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഭാഗങ്ങൾ ഒരുപോലെ അല്ലല്ലോ. നോക്കിക്കേ, ഇവർ ഈ പടം തന്നിരിക്കുന്നത് ഒരുപോലെ ഹാഫ് ആണോ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾ ബുക്കിൽ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് വൃത്തം വരയ്ക്കുന്നത് അല്ലെ വട്ടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. 2 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇത് ഇപ്പോഴും ആർക്കെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ വട്ടം വരയ്ക്കാൻ? അതായത് നമ്മൾ സ്കെയിൽ 0യിൽ വെച്ച് എടുക്കണം. ഡൗട്ടുള്ളവർക്ക് വേണ്ടി കേട്ടോ. 0യിലേ വെച്ചെടുക്കാവൂ. അതായത് 0യിൽ നിന്നും 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 0യിൽ കുത്തി എന്ത് ചെയ്യണം? 2 സെൻറ്റിമീറ്റർ ആണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒന്ന് ഓർത്തോണം, ഇത് നമ്മൾ കോമ്പസിനകത്തിൽ ഒരു കാരണവശാലും എടുക്കാൻ വയ്യാത്ത പെൻസിൽ എടുത്തിടരുത്. ഞാൻ എന്തിനാണ് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ പെൻസിൽ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അല്ല നിങ്ങൾ അങ്ങനെ ചെയ്ത് പഠിക്കേണ്ടത് എന്താ നിങ്ങളെ? എപ്പോഴും കോമ്പസിനേക്കാൾ ചെറിയ പെൻസിലെ ചെറുത് വേണം പെൻസിൽ എപ്പോഴും ഇടാൻ കേട്ടോ. അപ്പോൾ എന്താ തെറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ വരയ്ക്കണമെന്ന് വെച്ചാൽ എന്താ? 0യിൽ കുത്തണേ. മിക്കവാറും 0യിൽ കുത്തില്ല. 1 മുതൽ 2 വരെ കുത്തുന്നതാണ്. 0 മുതൽ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് പിന്നെ ഒരു കാരണവശാലും നമ്മൾ എന്താവും നിങ്ങളെ പെൻസിലെ പിടിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സർക്കിൾ കൊടുക്കുക. അതായത് വലുതായി കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഈ മെഷർ മാറും കേട്ടോ. അതുകൊണ്ടാണ് ഒരു കാരണവശാലും വലിയ പെൻസിൽ ഇടരുതെന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നമുക്ക് അതിൻ്റെ സെൻറ്റർ അപ്പം നമുക്ക് കിട്ടും. സെൻറ്റർ ഇവിടെ ഉണ്ടെന്ന് കിട്ടി കണ്ടോ. ഇനി ആ സെൻറ്ററിൽ തൊട്ട് വന്നെങ്കിൽ മാത്രമേ ഹാഫ് ആവത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് സെൻറ്ററിൽ തൊട്ടാണോ? അപ്പോൾ അത് ഹാഫ് അല്ല കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു കേക്ക് മുറിച്ചിട്ട് അതിൻ്റെ പകുതി ഇങ്ങനെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവൂ? ഇല്ല, അവിടെ വഴക്കാവൂല്ലേ. ഈ ചിത്രത്തിൽ നോക്കൂ, ഒരു സമചതുരത്തിൻ്റെ ഹാഫ് ഭാഗം 2 രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, ഒരു സമചതുരമാണ്. സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ നിങ്ങളെ? ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും. അതിനാണ് സമചതുരം എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. എന്താ നിങ്ങളെ? സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡും ഒരുപോലെ ആയിരിക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേർ പകുതി എടുക്കാൻ നമ്മൾ ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങനെ 1.5 കൂടെ ആയപ്പോൾ എന്താ 3 ആയി അല്ലേ? അപ്പോൾ അതിൻ്റെ 1.5 വെച്ചിട്ട് നേരെ നടുക്കൂടെ താപ്പോട്ട് ഒന്നുകിൽ ഇങ്ങനെയും വരയ്ക്കാം. അതല്ലെങ്കിൽ കാരണം സമചതുരമല്ലേ, 4 വശവും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു നടുക്ക് വെച്ച് ഇങ്ങനെയും വരയ്ക്കാം കേട്ടോ. ഇനി ഏതെങ്കിലും രീതിയിൽ ഹാഫ് ഭാഗമാക്കാമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനും ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, പകുതിയിൽ പലതരം. അടുത്ത ചോദ്യം എന്താ? ഈ പകുതി തന്നെ പല വിധം ഉണ്ടെന്ന് പറയും. ഇതിപ്പോൾ നമ്മളൊരു പകുതി കണ്ടില്ലേ? ഈ പകുതി തന്നെ നമ്മൾ എന്താ മുകളിൽ നിന്ന് ഇവിടെ നിന്നും താപ്പോട്ടും എടുത്തു, ഇവിടെ നിന്നും അങ്ങോട്ടും എടുത്തു. അപ്പോൾ 2 വിധത്തിൽ നമ്മൾ ഇതിനെ ചെയ്തു അല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ ഹാഫ് എന്ന് വെച്ചാൽ നമ്മളതിനെ 2 വിധത്തിൽ ചെയ്തെന്ന്. ഇനി നോക്കിയേ, കടലാസിൽ ഒരു വട്ടം വരച്ച് വെട്ടിയെടുക്കുക. കടലാസിൽ ഒരു വട്ടം വരച്ചിട്ട് വെട്ടിയെടുക്കുക. ഞാനിവിടെ വെട്ടിയെടുത്ത് കണ്ടോ ഞാൻ പറഞ്ഞാൽ വെട്ടിയെടുത്തു. നിങ്ങളും എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങളും ഇതുപോലെ വെട്ടി ടീച്ചറിനെ കൊണ്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ ടീച്ചറോ കൊച്ചൊക്കെ പഠിക്കുന്ന കൊച്ചാന്ന് തോന്നുമല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുരുട്ടു പണികളൊക്കെ ചെയ്ത് കാണിച്ചാൽ എന്ന് വെച്ചാൽ നോക്കിയേ, കടലാസിലൊരു വട്ടം വെട്ടിയെടുക്കുക. കൃത്യം നടുക്കുകൂടി മടക്കി വെട്ടിയെടുത്താൽ നോക്കിക്കേ, ഇതൊരു സർക്കിളാണ്. നേരെ നടുക്കുകൂടി എന്താ നിങ്ങളെ? നടുക്കുകൂടി തന്നെ ഇങ്ങനെ
മടക്കുക. കണ്ടോ? അപ്പോൾ എന്താ, നേർ പകുതി കാണുന്നുണ്ടോ? നേർ പകുതി ആയെന്നാണ് പറയുന്നത്. കണ്ടോ? നേർ പകുതി. നിങ്ങളിത് ചെയ്തു നോക്കണം കേട്ടോ. മറ്റൊരാൾ ചെയ്യുന്ന കണ്ടല്ല, നമ്മൾ സ്വന്തമായിട്ട് നേർ പകുതി. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ വൃത്തത്തിൻ്റെ നേർ പകുതി, ഇത് പകുതി ഇതും പകുതി. കണ്ടോ? അപ്പോൾ നമുക്കൊരു മെഷറിൻ്റെ ആവശ്യമില്ല. ഇത് പകുതി എടുത്തു. ഇതാണ് കൊടുത്തിരിക്കുക. ഹാഫ് ഇത് വെട്ടി 2 ഹാഫായിട്ട് വെട്ടിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിക്കേ. ഈ കഷ്ണങ്ങൾ ഓരോന്നിൻ്റെയും വീണ്ടും കൃത്യമായി മടക്കി മുറിച്ചാലോ. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെ നേരെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തേ. നോക്കിക്കേ, ഒന്നുകൂടി മടക്കിയേ. കണ്ടോ? 4 തുല്യ ഭാഗങ്ങളായിട്ട് കിട്ടി. നിങ്ങൾ ചെയ്ത് നോക്കണേ നിങ്ങൾ. ഇത് കളറൊക്കെ കൊടുക്കാമെങ്കിലുണ്ടല്ലോ നല്ല കിടുക്കനായിരിക്കും. അതായത് 4 ഭാഗവും തുല്യമായിരിക്കും. കണ്ടോ? അവരത് കാണിച്ചിരിക്കുക. ഈ കൊച്ചു കഷ്ണങ്ങളെല്ലാം വട്ടത്തിൽ 4 സമഭാഗങ്ങളായി മുറിച്ചതിൽ ഒരു ഭാഗമല്ലേ അതിൽ ഓരോന്നിനെയും വട്ടത്തിന് 4-1 എന്ന് പറയാം. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ? എന്തോ ഞാൻ ഈ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അല്ലേ? അതായത് ഇത് നോക്കിയോ നിങ്ങളെ, ഇതൊരു ഫുള്ളാണ് അല്ലേ? ഈ ഫുള്ളിനെ ഞാൻ പറഞ്ഞായിരുന്നു, എവിടെ ഒരു ഫുള്ള് കണ്ടാലും അതിന് എത്ര പാർട്ടുകളുണ്ടെന്നാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് കേട്ടോ. ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും ഇവിടെ നോക്കിയാൽ ഇതൊക്കെ കണ്ടോ, ഇതിനെ എത്രയായിട്ടാണ് മുറിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം നോക്കണം. ഇവിടെ നോക്കിയേ, 1 2 3 4 അല്ലേ? 4ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അടിയിൽ എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. 4ൽ ഒരു ഭാഗമാണിത്. കണ്ടേ? 4ൽ ഒരു ഭാഗം ഇത്, ഒന്നിത്. കണ്ടോ? അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ 2 എണ്ണം ചേർത്ത് വെച്ചാലോ എന്ന് പറയുന്നുണ്ട്. ഇവയിൽ ഈ 2 എണ്ണം ചേർത്ത് വെച്ചാൽ ഇത് എന്താണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മനസ്സിലാവുന്നുണ്ടോ എന്തുവാന്ന്? അതെ, ഇത് പകുതിയല്ലേ കുഞ്ഞുങ്ങളെ? ഇത് പകുതി, ഇതും പകുതിയാണ് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞതാണ് കേട്ടോ. അടുത്ത നോക്കിക്കേ. വട്ടത്തെ 4 സമഭാഗങ്ങളാക്കിയതിൽ 2 എണ്ണം ചേർത്ത് വെച്ചതല്ലേ, അതിനാൽ വട്ടത്തിൻ്റെ 4ൽ 2 ഭാഗം എന്ന് പറയാം. 2/4 ഭാഗം എന്ന് എഴുതുകയും ചെയ്യാം. പക്ഷേ ഇത് വട്ടത്തിൻ്റെ 1/2 ഭാഗവുമാണല്ലോ. നോക്കിക്കേ, ഇവിടെ നമ്മൾ നേർ പകുതി എടുത്തു. അപ്പോൾ ഇതെന്താ, ഇതിപ്പം നമ്മൾ 4ആയിട്ടാണ് ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ മുറിച്ചു. ഇത് 4 എണ്ണമല്ലേ? ഈ 4ൽ 2 ഭാഗമാണിത്, 2 ഭാഗമാണിത് അല്ലേ? എന്നിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചു വെച്ചാൽ 4ൽ 2 ഭാഗമാണ് ഇവിടെ 4-1 അല്ലേ? ഇത് ഫുള്ള് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്രയായിട്ടാണോ മുറിക്കുന്നത് അത് വേണം താഴെ കൊടുക്കാൻ. അതാണ് എല്ലാവർക്കും തെറ്റുന്നത് നിങ്ങളെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഏതൊരു പടം കാണുമ്പോഴും അതിനെ എത്രയായിട്ടാണോ മുറിച്ചതെന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ നോക്കിയാൽ 1 2, അപ്പോൾ അത് വേണം താഴെ കൊടുക്കാൻ. 2 ഇനി എത്രനാണോ ഷെയ്ഡ് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഷെയ്ഡ് ചെയ്ത് എവിടെ എത്ര 1, അപ്പോൾ ഹാഫ് എന്ന് വെച്ചാൽ 1/2, 2ൽ 1. മനസ്സിലായി? ഇത് എളുപ്പമുള്ളൊരു ചാപ്റ്ററാവും. നിങ്ങളെ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അഥവാ മനസ്സിലായില്ലെങ്കിൽ ഇത് കേട്ടാൽ മനസ്സിലാവും കേട്ടോ. 4ൽ 2 ആയാലും 2ൽ 1 ആയാലും കാര്യം പകുതി തന്നെ. കണക്കിൻ്റെ ഭാഷയിൽ 2/4 = 1/2. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഞാൻ പറയാം. നോക്കിയോ നിങ്ങളെ, ഇവിടെ നിങ്ങൾക്കൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നോക്കണേ, ഇപ്പം 1/2 എന്ന് പറഞ്ഞാൽ അതേ അളവായിരിക്കും. എന്താണെന്നറിയോ? 2/4 എന്ന് പറയുന്നത് അതേ ഇതായിരിക്കും എന്താ, 3/6. നിങ്ങൾക്ക് ടേബിൾ അറിയാമോ? അണ്ടേ, 1ൻ്റെ ടേബിൾ 1 1 1 2 2 1 3 3 1 4 എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ എഴുതത്തില്ലേ? 5. 2ൻ്റെ ടേബിൾ താഴെ 2 4 6 8 10. കണ്ടോ? ഇതിൻ്റെ എല്ലാം അളവ് ഒന്ന് തന്നെയാണ് കേട്ടോ. അതാണ് ഈ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ഒരു ക്ലൂ ഓർക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇപ്പം നിങ്ങളോട് 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ, ഇപ്പം 2ഉം 4ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 2ൻ്റെ വരും. 1 × 2 2, 2 × 2 4 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ എന്തുവാന്ന്? ഇത് ഓക്കെയാണോ നിങ്ങളെ? 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ 1ൻ്റെ ടേബിൾ മുകളിൽ 2ൻ്റെ ടേബിൾ താഴെ എഴുതിയാൽ ഇതിൻ്റെ എല്ലാം വില ഒന്ന് തന്നെയാണ്. ഇപ്പം 1/2ൻ്റെ അതേ വിലയാണ് 2/4, 3/6, 4/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. എന്ന് പറയുന്ന പോലെ 2/4 എന്ന് പറയുന്നത് എന്താ, തിരിച്ചും പറയരുതോ? 2/4 എന്ന് പറയുന്നത് 1/2 ആണെന്നും പറയരുതോ? 3/6 എന്ന് വെച്ചാൽ 1/2 ആണെന്ന് പറയാം. 4/8 എന്ന് വെച്ചാൽ 1/2 ആണെന്ന് പറയാം കേട്ടോ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ.
അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ആണെന്ന്. 1 മീറ്റർ നീളമുള്ള ഒരു നാട, 4 മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, 1 മീറ്റർ നീളമുള്ള ഒരു നാട 4 സമഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗത്തിൻ്റെയും നീളം നോക്കിക്കേ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അല്ലേ നിങ്ങളെ, ഇത് 1 മീറ്റർ നീളമുള്ള ഒരു നാടയാണ് അല്ലേ. അതിനെ എന്ത് ചെയ്യുന്ന അവർ പറഞ്ഞേ 1/4 മീറ്റർ വെച്ച് എന്ത് ചെയ്തു ഭാഗമാക്കി. അതായത് 1/4 അതായത് 4ആയിട്ട് മാറ്റി 1 മീറ്റർ നീളമുള്ള ഒരു നാടയെ 4ആയിട്ട് മുറിച്ചു. 1 2 3 4ആയിട്ട് മുറിച്ചു. 4ആയിട്ട് മുറിച്ചെങ്കിൽ മുമ്പ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇതിനെന്ത് പറയും 1/4. ഇതിനെയും 1/4 ഇത്രയേ ഉള്ളൂ. അതായത് 4ൽ ഒരു ഭാഗം, ഇതെല്ലാം 4ൽ ഓരോ ഭാഗം വീതമാണത്. അങ്ങനെയാണെങ്കിൽ 2 ഭാഗങ്ങൾ ഒന്നിച്ചെടുത്താലോ, ഈ രണ്ട് ഭാഗങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ, 2 ഭാഗങ്ങൾ ഒന്നിച്ചെടുത്താൽ എന്തുമായിരിക്കും കുഞ്ഞുങ്ങളെ, ഒന്ന് പറഞ്ഞേ. 2/4 ആവും അല്ലേ, 4ൽ 2 ഭാഗമായി കേട്ടോ. ഇനി ഇവിടെ ആണെങ്കിലോ, ഇതുകൂടെ കൂട്ടിയാലോ 4ൽ 3 ഭാഗങ്ങളായി. ഓർമ്മയുണ്ടോ നമ്മൾ ആ ഫസ്റ്റ് പഠിച്ചത്? അത് ഇത് ചെയ്യാൻ വേണ്ടിയാട്ടോ. അതായത് 1/4, 2 ആയപ്പോൾ 2/4, 3 ആയപ്പോൾ 3/4, 4 ആയപ്പോൾ 4/4 എന്ന് വെച്ചാൽ എന്താ, 1 എന്ന് വെച്ചാൽ എന്താ, ഈ ഫുള്ള് നമുക്ക് എത്ര ആണോ തന്നെ അത് ഫുള്ള് കേട്ടോ. അതാണ് 2 ഭാഗങ്ങൾ ഒന്നിച്ചെടുത്താൽ നമുക്ക് എന്തായിരിക്കും 2/4 ആയിരിക്കും കേട്ടോ. 1 മീറ്ററിനെ നോക്കി ഇവിടെ നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ വരെ വന്നപ്പം എന്താ, ഇത് 1 2 3 4 അവരതിൻ്റെ 2/4 ഇങ്ങെടുത്തു കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിൽ കൂടുതലൊന്നും ഇത് പറയാൻ പറ്റത്തില്ല, കാരണം ആ രീതിയിലല്ലേ ഞാൻ പറയുന്നത് അല്ലേ. അതായത് മുമ്പ് ഞാൻ പറഞ്ഞ അങ്ങ് ഓർത്താൽ മതി കേട്ടോ. അത് മനസ്സിലായാലും നിങ്ങളത് ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കാണേ. 1 മീറ്ററിനെ 4 സമഭാഗങ്ങളാക്കിയാൽ 2 ചേർന്നതിനാൽ 2/4 മീറ്റർ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. 1 മീറ്ററിൻ്റെ പകുതി ആയതിനാൽ 1/2 മീറ്റർ. പകുതി എന്ന് എവിടെ കേട്ടാലും ഹാഫ് എന്നാണ്. ഹാഫിൻ്റെ അർത്ഥം 1/2 എന്നല്ലേ. അതിന് ഇത്രയും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹാഫ് എന്ന് എവിടെ കേട്ടോ 1/2 മറക്കല്ലേ. ഹാഫ് എന്ന് എവിടെ കേട്ടാലും എന്താ 1/2 മറക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ പാഠം എളുപ്പമാണ്, മാർക്ക് മേടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു പാഠമാണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, 1 മീറ്റർ നീളമാണ്, അതിനെ 4ആയിട്ടായിരുന്നു അവർ മുറിച്ചിരുന്നത് അല്ലേ. അപ്പം ഇത് നോക്കിക്കേ, ഇതവരെ എന്താ നേർപകുതി, ഹാഫ് എന്ന് വെച്ചാൽ 4ൻ്റെ നേർപകുതിയാണ് അല്ലേ. 1 മീറ്ററാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 1 മീറ്ററുള്ള ഒരു നാട, അതിൻ്റെ നേർപകുതി 1 മീറ്ററിൻ്റെ പകുതി ഹാഫാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ ഹാഫ്, ഇവിടുന്ന് ഇവിടെ വരെ ഹാഫൂടെ ചേർന്ന 1 മീറ്റർ. ഓക്കെ ആണോ നിങ്ങളെ? 1 മീറ്റർ, ഹാഫും കൂടെ ചേർന്ന 1 മീറ്ററാണെന്ന് അറിയണേ. ഇത് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ കുറേ വരച്ചതാണ്, വരകളും വട്ടങ്ങളും എന്ന പാഠഭാഗത്തിൽ ഓർമ്മയുണ്ടോ? ഇതൊന്ന് വരച്ച് നോക്കണം കേട്ടോ. അതായത് നിങ്ങൾക്കാണെങ്കിൽ ഇത് വരയ്ക്കാൻ സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിത് പഠിക്കാനില്ലെങ്കിൽ തന്നെ ഞാൻ പറയുവാണ്, നമുക്കിത് ഒരു സർക്കിളിനെ അല്ലെങ്കിൽ ഒരു വൃത്തത്തിനെ നമുക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, നിങ്ങൾ 5ാം ക്ലാസ് ആയി, നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ മൾട്ടിപ്പിളിനെ കുറിച്ച് അല്ലേ ടേബിൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എത്ര 1 2 3 4 5 6 ഭാഗങ്ങൾ, അത് തുല്യമായിരിക്കുകയും വേണം. എന്താവും നിങ്ങളെ, ഇത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ, കാരണം ഇപ്പോഴും ഇത് ഡൗട്ട്, ഇതിപ്പം റഫായിട്ട് നിങ്ങളൊന്ന് വരച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളോട് ചോദിക്കുക, ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു സർക്കിളിനെ തുല്യമായിട്ട് വരച്ചെഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? തുല്യമായിട്ട് വേണം വരയ്ക്കാൻ. അത് ഇവിടെ കൂടുതൽ ഇവിടെ കുറവ് അങ്ങനെയൊന്നും വരയ്ക്കരുത്. എന്തോ ചെയ്യും? അതിനൊരു എളുപ്പവഴിയുണ്ട്. എന്തോന്നറിയാമോ? ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ മെഷർ എപ്പോഴും 360 ഡിഗ്രിയാണ്. എത്ര കുഞ്ഞുങ്ങളെ? 360 ഡിഗ്രിയാണ് കേട്ടോ. തെറ്റല്ലേ? 360 എന്ന് വെച്ചാൽ 360 ആണ്. ഓക്കെ ആണോ? നമുക്കതിനെ തുല്യമായിട്ട് എത്രയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ 1 2 3 4 5 6ആയിട്ട് മാറ്റാനാണ് പറഞ്ഞത്. എത്ര? 6 തുല്യ ഭാഗങ്ങളാക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലയോ? കാരണം ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിളും ഡിവിഷനും നല്ലതുപോലെ പഠിച്ചിരിക്കണം. മിനിമം 7 വരെയെങ്കിലും പഠിച്ചിരിക്കണം കേട്ടോ. 7 വരെ. കാരണം ഇപ്പോഴത്തെ CBSE പിള്ളേർക്ക് 3ാം ക്ലാസ് മുതൽ ടേബിളാണ് ആ പിള്ളേരൊക്കെ ചെല്ലുന്നത് കാണാം. അതുകൊണ്ട് നിങ്ങളെന്താ നല്ലതുപോലെ ടേബിൾ, നിങ്ങൾ 5ലായി കേട്ടോ, അവരെക്കാട്ടിലും 2 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ടേബിൾ നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. 6ൻ്റെ ടേബിൾ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും 6 × 6 6 6 36 അല്ലേ. പിന്നെ ഇവിടെ ഒരു 0 വന്നതിനെ നമ്മൾ ഇവിടെ ഇടുക കേട്ടോ. അപ്പോൾ 60 × 6 360 6 6 36. ഇവിടെ ഈ 60 വന്നത് ഈ 0നെ മേപ്പോട്ടിട്ടതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ, നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി. അതായത് 60 എങ്ങനെ വരയ്ക്കും?
നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇവിടെ വെച്ചിട്ട് 60 ഡിഗ്രി ഇങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് പ്രൊട്രാക്ടർ വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് 60 ഡിഗ്രി എടുക്കുക. പ്രൊട്രാക്ടർ വീണ്ടും വെച്ചിട്ട് 60 60 60 അങ്ങനെ 6 വട്ടം വരയ്ക്കുമ്പോൾ നമുക്കൊരു സർക്കിളിൻ്റെ കറക്റ്റായ മെഷർ കിട്ടും. നിങ്ങൾക്കത് ഇതുവരെ അറിയത്തില്ലെങ്കിൽ അത് പഠിച്ചോണേ കുഞ്ഞുങ്ങളെ. ഒരു ഇനി ആയാലും അത് ഇതിപ്പോൾ എൻ്റെ പുസ്തകത്തിലില്ലല്ലോ, എൻ്റെ ടീച്ചർ അത് പഠിപ്പിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട. ജീവിതത്തിൽ ഇതെല്ലാം വേണ്ടുന്ന കാര്യങ്ങളാണ്. വേണ്ടുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു വൃത്തത്തെ അല്ലെങ്കിൽ ഒരു സർക്കിളിനെ നമ്മൾ തുല്യമായിട്ട് ഭാഗിക്കണമെങ്കിൽ എത്ര ഭാഗമാണോ നമുക്ക് വേണ്ടുന്നത് 360നെ എത്ര ആണോ, ഇപ്പോൾ 6 ഇവിടെ ചോദിച്ചത് കൊണ്ട് 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇനി 8 ആണോ ചോദിക്കുന്നെങ്കിൽ ഇവിടെ 8 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ പ്രൊട്രാക്ടർ ഉണ്ടോ കുഞ്ഞുങ്ങളെ? പ്രൊട്രാക്ടറൊക്കെ സ്കൂൾ തുറന്നപ്പോൾ മേടിച്ച് തന്നോ? ഉണ്ടോ എന്തുവാന്നോ നോക്കുമ്പോൾ അറിയാമല്ലേ, എവിടെ പകുതി എണ്ണത്തിനെ കാണത്തില്ലായിരിക്കും. അപ്പോൾ ആ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, ഇതിവിടെ എൻ്റെ 0 ഇവിടെ ഒരു സൂര്യൻ്റെ കൂട്ടൊരു സംഭവം ഇരിപ്പുണ്ടെന്നൊക്കെ ഞാൻ പഠിപ്പിച്ച 1ാമത്തെ ചാപ്റ്ററിൽ. ആ സൂര്യൻ്റെ അവിടെ ഒരു വര കൊടുപ്പുണ്ട്, ആ വരയിൽ തന്നെ വെക്കണം. എന്നിട്ട് 60 ഡിഗ്രി ഇവിടെ തന്നെ വരും, ആ 60ൽ വെക്കണം. എന്നിട്ട് സെറ്റ് സ്ക്വയർ പൊക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇവിടെ തന്നെ വെച്ച് സൂര്യനെ ഇവിടെ വെച്ചിട്ട് 60, വീണ്ടും ഇവിടെ വെച്ച് 60 60 60 എന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് കിട്ടിയവരെ കറക്റ്റായിട്ട് അത് കിട്ടിയവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. കാരണം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് ഞാനത് അറിയുന്നത്. നിങ്ങൾക്ക് ഈ 60 ഡിഗ്രിയുടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയവർ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കേട്ടോ. ഒന്ന് നോക്കിക്കേ, ഈ വട്ടം എത്ര ഭാഗമായി എന്നാണ്. എല്ലാ ഭാഗങ്ങൾക്കും ഒരേ വലിപ്പമാണോ? വേണമെങ്കിൽ ഇങ്ങനെ ഒരു വട്ടം കടലാസിൽ വരച്ചിട്ട് വെട്ടിയെടുത്ത്, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കടലാസിൽ അത് വെട്ടിയെടുത്തിട്ട് ഞങ്ങളെ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ നേരെ പകുതി എടുക്കുക. കണ്ടോ, നേരെ പകുതി എടുക്കുക, പകുതിയെ ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇനി അതിനെ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. വീണ്ടും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാം ചെയ്താണ് പഠിക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ തുറന്ന് നോക്കണേ. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ഒരേ അളവായിരിക്കും കേട്ടോ, ഒരേ അളവിലായിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മുടെ പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന് ഇങ്ങനെ ഇന്ന് വട്ടം വരച്ച് കളിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് മെഷർ വേണം കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെ ആണെങ്കിൽ നോക്കിക്കേ, ഈ 6 ഭാഗങ്ങൾ ഓരോന്നും വട്ടത്തിൽ എത്ര ഭാഗമാണെന്ന് പറയാം. നോക്കിക്കേ, ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ 6 ഭാഗങ്ങൾ ഓരോന്നും വട്ടത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ മുമ്പ് ഞാൻ ഷെയ്ഡ് ചെയ്ത് പഠിപ്പിച്ച അതിനാവും കുഞ്ഞുങ്ങളെ കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഷെയ്ഡ് ചെയ്ത് പഠിപ്പിച്ചേ. അപ്പോൾ ഇത് നോക്കിയാൽ മൊത്തം എത്ര ഉണ്ടെന്ന് എണ്ണുക. മൊത്തം എത്ര ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 താഴെ എഴുതുക. താഴെ മേളിൽ നിന്നൊന്നും പറയരുത്. ഇനി ഇംഗ്ലീഷ് മീഡിയക്കാരെ ഡിനോമിനേറ്റർ എന്നും മലയാളം മീഡിയക്കാരെ ഛേദം എന്നും പറയാം. ഇവിടെ 6 അല്ലേ, 6 എന്ന് പറയാം. ഇനി അതിൻ്റെ മുകളിൽ എത്രനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തത്? 1. അപ്പം നമ്മൾ എന്തെടുക്കുക? 1 മേളിൽ എഴുതുക. ഇത്രയേ ഉള്ളൂ. ഇനി വട്ടത്തിൻ്റെ പകുതിക്ക് നിറം കൊടുക്കാൻ ഇനി എത്ര ഭാഗങ്ങളാണ്? പകുതി വേണമെന്നെങ്കിലോ, ഈ ഒരു സർക്കിളിൻ്റെ പകുതി വേണമെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ, എന്നിട്ട് ഇത്രയും വെച്ച് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആകെയുള്ള 6 ഭാഗങ്ങളിൽ എത്ര ഭാഗങ്ങൾക്ക് ഇപ്പോൾ നിറം കൊടുത്തു? അപ്പോൾ നിറം കൊടുത്ത ഭാഗം വട്ടത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് പറയാം. അതെങ്ങനെയെന്ന് എഴുതുന്നതെന്ന് പറയണം. ഇത് വട്ടത്തിൻ്റെ പകുതിയാണെന്ന് എങ്ങനെ കണക്ക് ഭാഷയിൽ പറയാം. മുമ്പ് ഞാൻ പറയുന്നത് 3/6 ഓർമ്മയുണ്ടോ? 3/6 എന്ന് കേട്ടായിരുന്നോ നിങ്ങൾ? 3/6 ഏതാണ്? മുമ്പ് നമ്മൾ എഴുതിയതാ അല്ലേ? 1/2 2/4 ഓർമ്മയുണ്ടോ? 3/6 ഇല്ലേ? 3/6. അപ്പോൾ ഇത് എന്തിൻ്റെ ഈക്വലാണ്? 1/2ന് ഈക്വലാണ് കേട്ടോ. ഇനി അതായത് 6ൽ 3 പകുതി തന്നെ, അതായത് 3ഉം 6ഉം ഏതിൻ്റെ ടേബിളിൽ വരുന്നതെന്ന് ചെല്ലിയാലും മതി കുഞ്ഞുങ്ങൾ കേട്ടോ. 3ഉം 6ഉം 3ൻ്റെ ടേബിളിൽ വരത്തില്ലേ? 1 3 3 2 3 6 അങ്ങനെ എഴുതാം. 1 മീറ്റർ നീളമുള്ള നാട 6ആയി മുറിച്ചതിൽ 3 എണ്ണം ചേർത്ത് വെച്ചും കാണാം. നോക്കിക്കേ, ഇവിടെ 6 1 മീറ്റർ നീളമുള്ള നാട, മീറ്റർ എത്ര ആയിക്കോട്ടെ, 6ആയിട്ട് അങ്ങ് മുറിച്ചു. 1 2 3 4 5 6ആയിട്ട് മുറിച്ചു. അതിൽ 3 എണ്ണം ചേർത്ത് വെച്ചു. 3 എണ്ണം എന്ന് വെച്ചാൽ ഇത് 3 എണ്ണമാണ് ചേർത്ത് വെച്ചത്. അപ്പം 6ൽ എത്ര ഭാഗമാവും നിങ്ങളെ ചേർത്ത് വെച്ചത്? ഓർമ്മയുണ്ടോ? ആ റിബണിൻ്റെ ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ നിങ്ങളെ. 6ൽ 3 ഭാഗം ചേർത്ത് വെച്ചു. ബാക്കി നോക്കിക്കേ അല്ലാത്തത് അല്ലേ. ഈ 6ൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, 6ൽ 3 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എത്ര? 3/6 എന്ന് വെച്ചാൽ ഹാഫ്, പകുതിയാണ് അല്ലേ. അപ്പോൾ ഇത് ഹാഫ്. 6ൽ 3 എന്ന് വെച്ചാൽ ഇത് ഹാഫാണ്, ഇതും ഹാഫാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടുന്ന് ഇവിടെ വരെയും ഇവിടുന്ന് ഇവിടെ വരെയും ഹാഫാണ് കേട്ടോ. അതാണ് ഹാഫും 1 മീറ്റർ. ഇനി നോക്കിക്കേ,
ഇനി വട്ടത്തെ 4 സമഭാഗങ്ങളാക്കി മുറിച്ചതിൽ ഓരോന്നിനും നടുവിൽ കൂടി മടക്കി മുറിച്ചാൽ ആകെ എത്ര ഭാഗമായി? ഇപ്പം നമ്മൾ ഈ മടക്കിയതിനെ കുറിച്ചാട്ടോ നിങ്ങൾ ഈ കാണുമ്പം തന്നെ ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ. അല്ലാതെ ഞാൻ കാണിച്ചത് നിങ്ങൾ ഇതുപോലെ കണ്ടോ തുല്യ ഭാഗങ്ങളാക്കി എന്നത് നിങ്ങൾ ചെയ്തത് കണ്ടോ തുല്യമായിട്ട് വന്നത് കണ്ടോ അതാണ് അത്. ഓരോ വട്ടത്തിൻ്റെ എത്ര ഭാഗം എന്നുണ്ടോ 1 2 3 4 5 6 7 8 ഭാഗമായി അല്ലേ. ഇവിടെ 4 ഇവിടെ 4 8. ഇവയിൽ എത്ര എണ്ണം ചേർത്താൽ പകുതി വട്ടമാകും? പകുതി എന്ന് പറയുന്നത് ഇവിടെ വരെ അല്ലേ, പകുതി വട്ടം. അപ്പോൾ പകുതി എന്നതിന് മറ്റൊരു വിധത്തിൽ എങ്ങനെ എഴുതാം? പകുതിയുടെ ഇതുവരെ കണ്ട പല രൂപങ്ങളും ചേർത്ത് പട്ടികയാക്കി എഴുതുക. അതാണ്ട് കുഞ്ഞുങ്ങൾ ഒരു പട്ടിക നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ആകെ 2, എടുക്കേണ്ട ഭാഗം 1. അപ്പം 2ൽ 1 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 2ൽ 1 അല്ലേ. അടുത്ത ഭാഗം 4. ആകെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആകെ എത്ര എണ്ണം ഉണ്ടെന്ന്. ഇപ്പം നോക്കിക്കേ, ഇത് നോക്കിയേ 2 ഭാഗമാണ്. 2 എന്ന് വെച്ചാൽ ഇങ്ങനെ 1 2. അതിൽ എടുക്കേണ്ട ഭാഗം ഇതാണെന്നാണ് പറഞ്ഞത്, എടുക്കേണ്ട ഭാഗം 1. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 2ൽ 1. അടുത്ത് നോക്കിയേ, ആകെ ഭാഗം 4 ഡിവൈഡ് ചെയ്യണം അല്ലേ. അതിൽ എത്ര എണ്ണമാണ് എടുക്കേണ്ടത്? 2 ഭാഗം എടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 4ൽ ആകെ എണ്ണം കണ്ടോ മൊത്തം എത്രയാണെന്ന് വെച്ചാൽ അത് താഴെ എഴുതുക, മുകളിൽ എത്രനാണോ ഷെയ്ഡ് കൊടുത്ത് അത് മുകളിലും കൊടുക്കുക. അടുത്ത് നോക്കിയേ, ആകെ എണ്ണം 6 ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കരുതോ? 1 2 3 4 5 6 ആ 6 എണ്ണത്തിൽ എത്ര ആവും ഞങ്ങളെ? ഇവിടെ 3 കേട്ടോ. 1 2 3 എണ്ണത്തിന് ഷെയ്ഡ് ചെയ്യുക. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 3/6. ഇനി അടുത്തതോ 4. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇതെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇതെങ്ങനെ എഴുതും? 6ൽ 3 കണ്ടോ. ഇതോ 8ൽ 4. അപ്പോൾ എങ്ങനെ എഴുതും? 4/8. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, അതങ്ങ് ഓർത്ത് വെച്ചാൽ അതായത് 1/2 2/4. ഇപ്പോൾ പിടികിട്ടിയോ? അത് പഠിപ്പിച്ചേണ്ടേ. 3/6 4/8. അതായത് മുകളിൽ 1ൻ്റെ ടേബിൾ പോകണം, താഴെ 2ൻ്റെ ടേബിൾ. 2ൻ്റെ 1ൻ്റെ അറിയാൻ വയ്യാത്തത് ആരും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവില്ല ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തുമായിരിക്കും? 5/. ഇതൊരു പാറ്റേൺ പൂർത്തീകരിക്കാനെങ്ങാനും പരീക്ഷയ്ക്ക് ചോദിച്ചാലോ അല്ലേ, പാറ്റേൺ ആയിട്ട് കണ്ടോ. ഈ ഒരു ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്കിങ്ങനെ താപ്പോട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത 3 ഭാഗങ്ങളാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പം 1 2 ഭാഗങ്ങൾ മനസ്സിലായെന്നുള്ളവരെ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കുഞ്ഞുങ്ങളെ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് ഞാൻ അടുത്ത ഭാഗം ഇടാം. ഓക്കെ, ഇന്ന് 2 പേര് കമൻറ്റ് ബോക്സിൽ മാത്സിൻ്റെ ഇടാൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇട്ടത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചാണ് ഞാൻ ക്ലാസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി, മനസ്സിലാവുന്നുണ്ട്, നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതങ്ങനെ, അതെല്ലാം മനസ്സിലായില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ പഠിപ്പിക്കാൻ നോക്കാം. മാക്സിമം ഇത്രയൊക്കെ ഇത് പറ്റത്തുള്ളൂ കേട്ടോ. ഇത് ഏറ്റവും താഴ്ന്ന ലെവലിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതിൽ കൂടുതൽ താഴ്ന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം കമൻറ്റ് ബോക്സ് പറയണേ നിങ്ങളെ കേട്ടോ. ഓക്കെ, താങ്ക് യു.